الحمد لله رب العالمين أمرنا بالصلاة والسلام على خاتم النبيين وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത സന്തോഷത്തോടുകൂടി സഹാബികൾക്കിടയിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. സഹാബികൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നാ ലനറ സ്സുറൂറ ഫീ വജ്ഹിക്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുവല്ലോ. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു അതാനി മലക്. എന്റെ അടുത്ത് ഇപ്പോൾ മലക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ മുഹമ്മദ്, അമാ യുർദീക അന്ന റബ്ബക അസ്സ വജല്ല യഖൂൽ إنه لا يصلي عليك أحد من أمتك إلا صليت عليه 10 ولا يسلم عليك أحد من أمتك إلا سلمت عليه 10. മലക്ക് എന്നോട് പറഞ്ഞത്, മുഹമ്മദേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. അത് നിന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നിനക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചെയ്താൽ, ഒരു പ്രാവശ്യം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ അഥവാ അല്ലാഹു ആ അടിമക്ക് 10 ഗുണങ്ങൾ ചെയ്യും, 10 അനുഗ്രഹങ്ങൾ ചെയ്യും. നിനക്ക് തൃപ്തിയായില്ലേ മുഹമ്മദേ? ولا يسلم عليك أحد من أمتك إلا سلمت عليه 10. നിന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരൊറ്റ തവണ നിനക്കൊരു സലാം പറഞ്ഞാൽ, നിനക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവന് ഞാൻ 10 രീതിയിൽ സമാധാനം നൽകും. നിനക്ക് തൃപ്തിയായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ബല, അതെ, എനിക്കെമ്പാടും തൃപ്തിയായി. സഹോദരങ്ങളെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുത്ത് മഹത്വരമാണ്. അല്ലാഹു മാത്രമല്ല, മലക്കുകളുടെ അടുത്ത് മഹത്വരമാണ്. വിശ്വാസികളായ നമ്മുടെ അടുത്തും മഹത്വരമാകണം. നാം ചിന്തിക്കണം ഈ കാര്യത്തെക്കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു പ്രവാചകനെ അനുഗ്രഹിക്കുന്നു. മലക്കുകൾ പ്രവാചകന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പ്രവാചകന് അനുഗ്രഹവും ശാന്തിയും ഉണ്ടാകാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
നിങ്ങൾ പ്രവാചകൻ അനുഗ്രഹമുണ്ടാകാൻ, ശാന്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമുക്കറിയുമോ ഇതിന്റെ നന്മ എത്രമാത്രമാണെന്ന്? ഈ സ്വലാത്തിന്റെ നന്മ നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ രഹസ്യമായും പരസ്യമായും നാം അത് വർദ്ധിപ്പിക്കുമായിരുന്നു. ഇതിന്റെ നന്മ നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ രാപ്പകൽ ഇടതടവില്ലാതെ നാം അത് നിർവഹിക്കുമായിരുന്നു. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഒരു കാരണമാണ് സഹോദരങ്ങളെ സ്വലാത്ത്. നമ്മുടെ പ്രതീക്ഷകൾ പൂർത്തിയാകാൻ ഒരു കാരണമാണ് സഹോദരങ്ങളെ സ്വലാത്ത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഒരിക്കൽ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. فبدأ بالثناء عليه وثنى بالصلاة على نبيه صلى الله عليه وسلم. അദ്ദേഹം ദുആ തുടങ്ങിയത് ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. അങ്ങനെയാണല്ലോ ദുആ തുടങ്ങേണ്ടത്. ഹംദ് പറഞ്ഞുകൊണ്ട്, സനാ പറഞ്ഞുകൊണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ദുആയിലുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയുള്ള സ്വലാത്താണ്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്തു. ഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമേനി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൽ തുഅത, സൽ തുഅത. ഇനി നീ ചോദിച്ചോ, ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും. ഇനി നീ ചോദിച്ചോ, ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും. എന്തൊരു സംഭവമാണ് ഇത് എന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. വീണ്ടും നാം അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നാം ഇപ്രകാരം ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, സ്വലാത്ത് ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു നമുക്ക് ഇല്ലാതാക്കി തരും. കേട്ടിട്ടില്ലേ നിങ്ങൾ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. റസൂലേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് ചെയ്യാറുണ്ട്. എന്റെ സ്വലാത്തിൽ നിന്ന്, എന്റെ പ്രാർത്ഥനയിൽ നിന്ന് എത്ര വിഹിതമാണ് അങ്ങേക്ക് ഞാൻ നൽകേണ്ടത്? എന്റെ പ്രാർത്ഥനകളിലെ എത്ര വിഹിതമാണ്, എത്ര ശതമാനമാണ് അങ്ങേക്ക് നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാ ശിഅ്ത, നിനക്കിഷ്ടമുള്ള അത്ര നൽകിക്കോ എന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, അർറുബ, എന്റെ പ്രാർത്ഥനയുടെ 1/4 അങ്ങേക്ക് വേണ്ടിയാക്കട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും മറുപടി പറഞ്ഞു, മാ ശിഅ്ത, നിനക്കിഷ്ടമുള്ള അത്ര ചെയ്തോ. ഞാൻ വീണ്ടും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക, നിനക്ക് കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് നല്ലതാണ് എന്ന്. അങ്ങനെ ഇല അൻ ഖാൽ അജ്അലു ലക സ്വലാത്തി കുല്ലഹാ. ആദ്യം പറഞ്ഞത് 1/4 പിന്നീട് പകുതിയാകട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, എന്റെ പ്രാർത്ഥന മുഴുവൻ അങ്ങേക്ക് വേണ്ടി മാത്രമാകട്ടെ എന്ന്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് സന്തോഷമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, ഇദൻ തുഖ്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബ, നിന്റെ മാനസിക ദുഃഖങ്ങൾ തീരാൻ അത് മതിയാകും, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതിയാകും. ഇതാണ് സഹോദരങ്ങളെ സ്വലാത്ത്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെല്ലുന്നവർ, അദ്ദേഹത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവരാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, ഖിയാമത്ത് നാളിൽ റസൂലുമായി ഏറ്റവും അടുത്തുണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത. ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അടുത്തുണ്ടാകാൻ അർഹതയുള്ളവൻ അക്സറുഹും അലയ്യ സ്വലാത്ത, എനിക്ക് വേണ്ടി കൂടുതൽ സ്വലാത്ത് നിർവഹിച്ചവനാണ്.
സഹോദരങ്ങളെ, സ്വലാത്തിന്റെ പ്രയോജനങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. എണ്ണിയാൽ ഒതുങ്ങുന്നതിനേക്കാൾ അധികമാണ്. എന്നിട്ടും എന്തേ നാം ഈ കർമ്മത്തിൽ വീഴ്ച വരുത്തുന്നു? എന്തേ ഈ കർമ്മത്തിൽ നാം പിശുക്കന്മാരാകുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാചകമുണ്ട്, അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. നിങ്ങൾക്കറിയോ ആരാണ് ബഖീലെന്ന്, പിശുക്കനെന്ന്? പിശുക്കൻ ആരാണെന്നോ? മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. എന്നെക്കുറിച്ച് അവന്റെ മുമ്പിൽ വെച്ച് പറയപ്പെട്ടു, എന്നിട്ട് എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാത്തവനാണ് പിശുക്കൻ. സഹോദരങ്ങളെ, ആലോചിക്കൂ, നമ്മൾ ഈ പിശുക്കനാകണം? പാടില്ല. നമുക്ക് വർദ്ധിപ്പിക്കാം, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും മക്കളെയും നമുക്കത് ശീലിപ്പിക്കാം. എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ക്ഷേമമുണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് അടുത്തിരിക്കാൻ സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. വിശ്വാസികളെ, അതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത്ര സമയം ഹബീബായ നമ്മുടെ നേതാവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശേഷിച്ചും ഈ ദിവസം വെള്ളിയാഴ്ച. കാരണം നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചു, ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമൽ ജുമുഅ ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലൈഹി. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്വലാത്തുകളൊക്കെ എനിക്ക് എത്തിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ അദാൻ കേൾക്കാറുണ്ട്, ബാങ്ക് കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിനിന്റെ ശബ്ദം കേട്ടാൽ, ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം കേട്ടാൽ ശാന്തമായി ബാങ്ക് കൊടുക്കുന്നവൻ എന്താണോ പറയുന്നത് അത് നിങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കണം. സുമ്മ സ്വല്ലു അലൻ നബി. പിന്നീട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചെല്ലണം. വസലുല്ലാഹ തആല ലഹു അൽ വസീല. പിന്നീട് നിങ്ങൾ റസൂലിന് വേണ്ടി വസീലത്ത് ചോദിക്കണം. വസീലത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. എങ്കിൽ തഫൂസു ബിറഹ്മത്തില്ലാഹ് വതഹ്ദു ബിശഫാഅത്തി റസൂലില്ലാഹ്. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടും. നമ്മളൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന അതാണല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ അല്ലേ, വസ്സലാത്തിൽ ഖായിമ. അതി പറയുന്നുണ്ടല്ലോ, ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല. ആ വസീലത്തിന് വേണ്ടിയുള്ള ചോദ്യം. പക്ഷെ ഇതിന്റെ ക്രമം അങ്ങനെ ആയിരിക്കണം. അദാൻ കേൾക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നമ്മളും പറയണം, ശ്രദ്ധിച്ചു കേട്ട് പറയണം. എന്നിട്ട് സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് ഈ ദുആ നടത്തണം. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ വരികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. യാ അയ്യുഹർ റാജൂന മിൻഹു ശഫാഅതൻ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ കൊതിക്കുന്നവരെ, നിങ്ങൾ അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ സല്ലി വസല്ലിം
على سيدنا ونبينا وحبيبنا محمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين وعن زوجات نبينا صلى الله عليه وسلم الطاهرات أمهات المؤمنين وآل بيته الطيبين الطاهرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نسألك الخير كله عاجله وآجله. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة، كن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين الشيخ محمد بن راشد بحفظك وكرمك يا رب العالمين. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، والحمد لله رب العالمين.